ഇന്ന് രുചികരമായ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയാലോ? ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. പാനിലോട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടില്ല. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു കൂട്ടിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 4 കഷ്ണം ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. മീൻ്റെ പീസുകളെല്ലാം ഈ ഒരു മസാലക്കൂട്ടിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. ഒരു സൈഡ് നമുക്ക് മൂത്ത് വെന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല കിടു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ്. എന്നും ഒരേ രീതിയിൽ ഫിഷ് ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കുന്നവർ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഫിഷ് ഫ്രൈ മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കി നോക്കേണ്ടതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നു കഴിയുമ്പോൾ നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്.